ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ കാലയളവിലാണ് നാം ഇപ്പോൾ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ജീവിതം, പരസ്യ ശുശ്രൂഷ, പീഡാനുഭവം, ക്രൂശീകരണം, കബറടക്കം, പുനരുത്ഥാനം എന്നിവ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനാടിസ്ഥാനത്തിൽ ധ്യാനിക്കുന്ന വേർതിരിക്കപ്പെട്ട ദിനങ്ങളാണ് വലിയ നോമ്പ് ദിനങ്ങൾ. നമ്മുടെ വചനധ്യാനവും ഉപവാസവും പ്രാർത്ഥനയും ആർക്കു വേണ്ടി എന്നതിലുപരി അതൊക്കെ നമ്മെ ആരാക്കി തീർക്കുന്നു എന്നതാണ് പ്രധാനം. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നടന്നെടുക്കുവാൻ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ ആധികാരികത എന്നതാണ്. അതിന് ആസ്പദമായ വേദഭാഗം മർക്കോസ് 1:21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന യേശുവിനെ ആണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വേദഭാഗത്ത് നമുക്ക് യേശുവിന്റെ വ്യത്യസ്തമായ ഒരു സ്വഭാവത്തെ കാണുവാൻ സാധിക്കുന്നു. അധികാരത്തോടെ ഉപദേശിക്കുന്ന യേശു അധികാരത്തോടെ ഉപദേശിച്ച് പഠിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ദൈവശക്തി ഉപയോഗിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ചെയ്യുന്നത് യേശുവിനെ ദർശിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നു. യേശു ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടെയാണ് ഉപദേശിക്കുകയും ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നത്. പഠിപ്പിക്കുവാനും ശക്തീകരിക്കുവാനും മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാനും യേശു തന്റെ യഥാർത്ഥ ദൈവിക അധികാരമാണ് ഉപയോഗിക്കുന്നത്. നിശബ്ദനാകുക, അവനെ വിട്ടുപോകുക എന്ന യേശുവിന്റെ അധികാരത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ അശുദ്ധാത്മാവ് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ട് പോകുന്നതായി നമുക്ക് ഇവിടെ കാണാം. നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുന്ന അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ യേശു ആരാണ്? മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന് ഉള്ള ഉത്തരവും നമുക്ക് കാണുവാൻ സാധിക്കും. അതായത്, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മിലുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും നമ്മെ സ്വതന്ത്രരാക്കുവാനുമാണ്. നമ്മളിലുള്ള ദുർസ്വഭാവങ്ങൾ ഉൾപ്പെടെയുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കി യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ നോമ്പ് കാലത്തിൽ നമുക്ക് നമ്മെ തന്നെ ക്രിസ്തുവിൽ സമർപ്പിക്കാം. നമ്മിലുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കി കർത്താവിനെ സ്വീകരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. 2 കാര്യങ്ങളാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി തീർച്ചയായും നമ്മൾ യേശുവിനെ സമീപിക്കുക. ഒരിക്കലും യേശു തന്റെ അധികാരം കൊണ്ട് നമ്മെ ഭരിക്കുവാനോ ശാസിക്കുവാനോ അല്ല വന്നത്, മറിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ദുഷ്പ്രവൃത്തിയിൽ നിന്ന് മോചിക്കുന്നതിനായാണ്. അപ്രകാരം സ്വതന്ത്രരാകുവാൻ തീർച്ചയായും നാം യേശു ക്രിസ്തുവിനെ സമീപിക്കണം. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക അധികാരം നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ സാധിക്കണം. വിശ്വാസത്തിൽ ആഴപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിതത്തെ പടുത്തുയർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്ന നമ്മുടെ അധ്യാപകരാകട്ടെ അധികാരത്തോടെ നമ്മെ ഉപദേശിക്കുമ്പോൾ ആ നല്ല അംശം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിതത്തെ പടുത്തുയർത്തുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ നമ്മെ തന്നെ കർത്താവിൽ സമർപ്പിക്കാം. നമ്മിൽ നിന്നുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കി ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമ്മെ സ്വതന്ത്രരാക്കുകയും നമ്മിലുള്ള ദൈവിക അധികാരങ്ങളെ ഉപയോഗിച്ച് ജീവിതം പടുത്തുയർത്തി മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ, മറ്റുള്ളവർക്ക് നന്മയായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.